ഹായ് ഗൈസ്, നമ്മൾ ഇന്ന് ക്ലാഗൻഫൂട്ട് യൂണിവേഴ്സിറ്റി വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓസ്ട്രിയയിൽ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് നമ്മളൊരു ഇന്ത്യൻ തോന്നിക്കുന്ന ഒരാൾ ഇങ്ങനെ രണ്ട് പെട്ടി എടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത പുള്ളി ചോദിച്ചു ഇന്ത്യനാണോ. അപ്പോൾ ആന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ബ്രോ ഞാൻ ഇങ്ങനെ ഒരു സ്കാമിലാകപ്പെട്ടു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അക്കോമഡേഷൻ സ്കാം. അപ്പോൾ നാട്ടിൽ നിന്ന് ഏകദേശം ഒരു 900 യൂറോ റെൻറ്റും ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ നിന്ന് മേടിച്ചു. അപ്പോൾ അങ്ങനെ ഒരു അഡ്രസ്സ് പോയി നോക്കുമ്പോൾ അവിടെ അങ്ങനെ ഒരു റൂമില്ല. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ വീക്ക് തന്നെ വരുന്ന 3-ാമത്തെ 4-ാമത്തെ ആളാണ്. അപ്പോൾ ഇതൊരു സ്കാമാണ്, ഇങ്ങനെ ഒരു സംഭവം ഒന്നും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് നെക്സ്റ്റ് എന്ത് എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല. എന്ന് വെച്ചാൽ അവിടെ നിന്ന് നാട്ടിൽ നിന്ന് വന്നു, നമുക്ക് കണ്ടിട്ട് തന്നെ ഒരു വിഷമമായി. ഇപ്പോൾ രണ്ട് വലിയ പെട്ടി എടുത്തിട്ട് എങ്ങനെ നടക്കാൻ തന്നെ വരിക പറ്റുന്നില്ല. അത്രയും ദൂരം നടന്നിട്ടാണ് യൂണിവേഴ്സിറ്റിയിലേക്ക് വന്നത്, അവിടെ ആരെങ്കിലും മീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ശ്രദ്ധിക്കുക മാക്സിമം. നമ്മളൊരു റൂം എടുക്കുമ്പോൾ അല്ലെ ഡെപ്പോസിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് അറിയുന്ന ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരെന്തോ ഫേസ്ബുക്ക് വഴി അങ്ങോട്ട് ആഡ് കണ്ടിട്ട് അങ്ങനെ റൂം എടുത്തതാണ്. പക്ഷേങ്കിൽ ഇവിടെ വന്ന് നോക്കുമ്പോൾ റൂമില്ല. അപ്പോൾ അതാണ് അവസ്ഥ. അപ്പം ജർമ്മനിയിൽ മാത്രമല്ല ഓസ്ട്രിയയിലും ഇതേപോലുള്ള തട്ടിപ്പുകളൊക്കെ നടക്കുന്നുണ്ട്, നമുക്ക് ഫസ്റ്റ് തന്നെ മനസ്സിലായി. അപ്പോൾ ഇനി വരുന്ന ആൾക്കാർ മാക്സിമം ശ്രദ്ധിക്കുക. നിങ്ങളെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് അല്ലെങ്കിൽ അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, നമുക്കിപ്പോൾ ചെറിയൊരു എമൗണ്ട് കൊടുത്തിട്ടാണെങ്കിലും ആരോടെങ്കിലും പോയി വെരിഫൈ ചെയ്യാൻ പറയുകയാണെങ്കിൽ നമുക്ക് അത്രയും അവനോട് പറഞ്ഞപ്പോൾ അതാണ്, പൈസ പോട്ടെ എനിക്കിപ്പോൾ കിടക്കാനൊരു സ്ഥലമില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അവന് ഇന്ന് എവിടെ പോയി നിൽക്കുന്നൊരു ഓപ്ഷൻ ഇല്ല അവൻ്റെ അടുത്ത്. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ ഒരു ഫ്രണ്ടിനെ കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റി. അവൻ തൽക്കാലത്തേക്ക് നിൽക്കാനുള്ളൊരു ഓപ്ഷൻ അവന് സജസ്റ്റ് ചെയ്ത് കൊടുത്തു. അങ്ങനെ നമ്മൾ അവിടെ പോയി അവനെ ഇറക്കി കൊടുത്തിട്ടാണ് നമ്മൾ തിരിച്ചു വന്നത്. അപ്പം എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ശ്രദ്ധിക്കുക ഇതേപോലുള്ള സ്കാമിലൊന്നും അകപ്പെടാതെ. എന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈം നമ്മളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മളെ ഒരു രാജ്യത്ത് വന്ന് എല്ലാം സെറ്റാണെന്ന് വിചാരിച്ചിരിക്കുമ്പോഴായിരിക്കും ആദ്യം തന്നെ ഒരു അടി കൊള്ളുന്നു. അപ്പോൾ അത് ഭയങ്കര നെഗറ്റീവായിട്ട് നമ്മുടെ ബാക്കി മുമ്പോട്ടേക്കുള്ള ജീവിതത്തിന് എന്തായാലും ബാധിക്കും. നമ്മൾ വിചാരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പല്ലേ, അവിടെ ഇങ്ങനത്തെ സ്കാമൊന്നും ഉണ്ടാവില്ല, കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം നാട്ടിലേക്കാൾ വലിയ വലിയ സ്കാംസൊക്കെ ഇവിടെയുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും എന്തൊക്കെയാണെന്നുള്ളത്. അപ്പം ജസ്റ്റ് ചിന്തിക്കുക. അതേപോലെ തന്നെ മാക്സിമം ഇതേപോലെയുള്ള സ്കാമിലൊന്നും അകപ്പെടാതെ ഇങ്ങോട്ടേക്ക് എത്തുക. ബൈ.